കൂട്ടുകാരെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഓസ്ട്രേലിയ ചുറ്റി നടക്കുന്ന ആളുകൾ ബോട്ടിൽ, ഒരു റോജറിന്റെയും ലിസയുടെയും ബോട്ടിൽ ഞങ്ങൾ സന്ദർശകരായിട്ട് പോയ വിവരമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ കണ്ട വെടുപ്പും വൃത്തിയുമാണ്. ബോട്ടുകൾക്കുള്ളിലെല്ലാം മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുകളും വളരെ ഭംഗിയായി വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ റോജറിനോട് ചോദിച്ചു, നിങ്ങളുടെ ചപ്പ് ചവറുകളൊക്കെ എവിടെയാണ് ഇടുന്നത്? അത് ഇടാൻ വേണ്ടിയിട്ട് അവിടെ 3 വലിയ വീപ്പുകൾ പുറത്തു വെച്ചിട്ടുണ്ട്. ഒന്നിനകത്ത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഒന്നിനകത്ത് കടലാസ് മുതലായ സാധനങ്ങൾ, ഇനി ഒരെണ്ണത്തിനകത്ത് ടിന്നുകൾ, കുപ്പികൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് ഇവർ കൃത്യമായിട്ട് അവിടെയുള്ള ഈ ബോട്ട് നിവാസികൾ കൊണ്ടുപോയി അവരുടെ സാധനങ്ങളെല്ലാം അതിനകത്ത് നിക്ഷേപിക്കും. ഞങ്ങൾ അവരെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കാറ് വരെ റോജർ അനുഗമിച്ചു വന്നു. ലിസയ്ക്ക് വരാൻ പാടില്ലല്ലോ, വീൽ ചെയർ വേണം. റോജർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ നടക്കുന്നത് ഒരു 5 അടി വീതിയുള്ള നടപ്പാതയിൽ കൂടെയാണ്. നല്ല കോൺക്രീറ്റ് നടപ്പാതയാണ്. അതിൽ കൂടെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് റോജർ ആ നടപ്പാതയിലേക്ക് കുറുകനെ കമന്ന് അടിച്ചു കിടക്കുക. ഇതെന്താണെന്ന് ഓർത്ത് നോക്കിയപ്പം ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂടെ തുള്ളി തുള്ളി വെള്ളത്തിൽ കൂടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം നീളമുള്ള കൈ അത് നീട്ടി എത്തിപ്പിടിച്ച് ആ കടലാസ് കൂട് കൈക്കലാക്കി, പ്ലാസ്റ്റിക് അതെടുത്തിട്ട് അത് ഉടനെ തന്നെ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ച് മടക്കി ചുരുട്ടി പോക്കറ്റിൽ വെച്ചിട്ട് ഞങ്ങളിവിടെ നടന്നു വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീപ്പ കൊണ്ടു അതിലേക്ക് അത് നിക്ഷേപിക്കുകയും ചെയ്തു. ഇതാണ് ഇവരുടെയൊക്കെ രഹസ്യം. എല്ലാവരും അവരുടെയും രക്തത്തിൽ കലർന്നിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഇങ്ങനെയുള്ള പൗരബോധം. ഈ പൗരബോധം നമ്മളുടെ കുട്ടികളിലെ സ്കൂളുകൾ മുതലേ നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കാം. ഇപ്പോൾ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. പല സ്കൂളുകളും അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എല്ലാ കുട്ടികളിലേക്കും കടത്തി വിടുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മളും നല്ല ഒരു ലെവലിലുള്ള വൃത്തിയിലും വെടിപ്പിലുമൊക്കെ ആയിത്തീരും എന്ന് എനിക്ക് പറയാനുണ്ട്. നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ഓസ്ട്രേലിയയുടെ മറ്റൊരു മുഖവുമായിട്ട് നമുക്ക് കാണാം. വളരെ ഉപകാരം.